ഈസ്റ്റ് ആഫ്രിക്കൻ മിഷനെ അടുത്തറിയാനും അനുഭവമാക്കാനും ഷാലോം ഒരുക്കിയ ജാംബോ ആഫ്രിക്കയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം എത്തിച്ചേരുന്ന ഇടം തലസ്ഥാനമായ നെയ്റോബിയിൽ നിന്ന് 120 കിലോമീറ്റർ അകലെയുള്ള ഞേരി കൗണ്ടിയിലേക്കാണ്. ഇറ്റലിയിൽ നിന്ന് വന്ന് തൻ്റെ ജീവിതം സമർപ്പിച്ച് ഇവിടെ ശുശ്രൂഷ ചെയ്ത് മരിച്ച് വാഴ്ത്തപ്പെട്ടവളായി തീർന്ന ഒരു മിഷണറി സന്യാസിനിയുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ദേവാലയത്തിലേക്കാണ്. ഇതാണ് കെനിയയുടെ ആദ്യ വിശുദ്ധയാകാൻ പോകുന്ന വാഴ്ത്തപ്പെട്ട ഐറിൻ സ്റ്റെഫാനി ന്യാദ. ന്യാദ എന്നാൽ കരുണയുടെ അമ്മ എന്നർത്ഥം. ഈ നാട് ആദരവോടെ സിസ്റ്റർക്ക് ചാർത്തിക്കൊടുത്ത നാമം. ഞേരി പട്ടണം ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് ആർമിയുടെ ബേസ് ആയിരുന്നതുകൊണ്ട് ഇവിടെ അനേകം ബ്രിട്ടീഷുകാർ ആ കാലത്ത് താമസിച്ചിരുന്നു. ഞേരിയിലുള്ള ഈ ദേവാലയത്തിൻ്റെ നാമം അവർ ലേഡി ഓഫ് കോൺസലേറ്റ എന്നാണ്. കെനിയയിലെ അനേകം ചരിത്രത്തിന് സാക്ഷിയായ കത്തീഡ്രൽ ദേവാലയം 1915 ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഇറ്റലിയിൽ നിന്നും വന്ന് ചാരിറ്റിയുടെ മാലാഖയായി ഓടി നടന്ന് യുദ്ധാനന്തരം മഹാമാരിയായ പ്ലേഗിനെതിരെ പ്രവർത്തിച്ച് അവസാനം രോഗിയായി മരിച്ച ഐറിൻ സ്റ്റെഫാനി എന്ന വാഴ്ത്തപ്പെട്ട മിഷണറി സന്യാസിനിയുടെ തിരുശേഷിപ്പ് സൂക്ഷിക്കുന്ന ദേവാലയം. സദാ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന വാഴ്ത്തപ്പെട്ട ഐറിനോട് എങ്ങനെ ഇതുപോലെ സാധിക്കുന്നെന്ന് ചോദിക്കുന്നവരോട് ആ വാഴ്ത്തപ്പെട്ട സന്യാസിനി പറഞ്ഞത്, പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ഞാൻ ചാരിറ്റിയെ അധികമായി സ്നേഹിക്കുന്നു. ആ സ്നേഹത്താൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ക്ഷീണിതയാവുന്നില്ല എന്നാണ്. സത്യത്തിൽ നമ്മൾ കെനിയയിൽ കണ്ട മിഷണറിമാരെല്ലാം പ്രവർത്തിക്കുവാനുള്ള ശക്തി കൈവരിക്കുന്നത് മാതാവിൻ്റെ മധ്യസ്ഥതയാൽ ജപമാല ചൊല്ലിയും ദിവ്യകാരുണ്യത്തിൽ നിന്നുള്ള ഊർജം സംഭരിച്ചുകൊണ്ടും തന്നെയാണ്. കെനിയയിലെ ഈ നേരി നഗരത്തിൽ തന്നെയാണ് ലോകരാജ്യങ്ങളിൽ എല്ലാമുള്ള സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ റോബർട്ട് ബേഡൻ പൗവലിനെ സംസ്കരിച്ചിരിക്കുന്ന ഇടം സ്ഥിതി ചെയ്യുന്നത്. റോയൽ ബ്രിട്ടീഷ് സേനയിൽ ലഫ്റ്റനന്റ് ജനറൽ പദവി വഹിച്ചിരുന്ന ബേഡൻ 1876 മുതൽ 1910 വരെ ഇന്ത്യയിലും ആഫ്രിക്കയിലുമായി സേവനമനുഷ്ഠിച്ചു. അനവധി ബഹുമതികളാൽ ആദരിക്കപ്പെട്ടിട്ടുള്ള സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ ലോക ചീഫ് സ്കൗട്ടായ അദ്ദേഹം BP ബേഡൻ പൗവൽ പ്രഭു എന്നീ പേരുകളിലും അറിയപ്പെട്ടു. ബേഡൻ കെനിയയിലെ ഈ നേരിയിൽ തൻ്റെ വിശ്രമജീവിതം നയിക്കവേ 1941 അന്തരിക്കുകയും ചെയ്തു. ചരിത്രാന്വേഷികൾക്കും സഞ്ചാരികൾക്കുമായി സംരക്ഷിക്കപ്പെടുന്ന നേരിയിലെ കാഴ്ചകളിൽ നിന്ന് നമ്മൾ യാത്ര തിരിക്കുന്നത് നെയ്റോബി പട്ടണത്തിനടുത്ത് മൊളലോങ്കോയിൽ പുതിയതായി നിർമ്മിക്കപ്പെട്ട നോഹയുടെ പേടക മാതൃകയിലുള്ള ദേവാലയത്തിലേക്കാണ്. അവിടെ കേരളത്തിൽ നിന്നും 40 വർഷങ്ങൾക്ക് മുൻപ് കെനിയയിലെത്തിയ CMI സന്യാസ സമൂഹത്തിൻ്റെ റൂബി ജൂബിലി ആഘോഷങ്ങൾക്ക് തിരിതെളിയുകയാണ്. ആ കാഴ്ചകളിലേക്ക് മൊളലോങ്കോയിലെ സെന്റ് വിക്ടോറിയ ദേവാലയം. ഇവിടെയാണ് CMI സഭയുടെ ആഫ്രിക്കൻ മിഷൻ 40 വർഷം തികയുന്നതിൻ്റെ നന്ദിയർപ്പണ ബലിയും ഒപ്പം മിഷണറിമാരുടെ ഒത്തുകൂടലും റൂബി ജൂബിലി ആഘോഷങ്ങളും നടക്കുന്നത്. ഈ ദേവാലയത്തിനടുത്തു തന്നെയുള്ള CMI സഭയുടെ ആശ്രമത്തിൽ നിന്നും പ്രദക്ഷിണമായി വരുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കുകയായി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ ശാലോം പ്രേക്ഷകരെ, ഇന്ന് CMI സഭ ഒരുപാട് അഭിമാനത്തിലാണ്. 40 വർഷമായിട്ടുള്ള ആഫ്രിക്കൻ അജപാലന ശുശ്രൂഷയുടെ റൂബി ജൂബിലി 40 വർഷത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുകയാണെന്ന്. കെനിയയിലും തൻസാനിയയിലും യുഗാണ്ടയിലും
ബോട്സ്വാനയിലും സൗത്ത് ആഫ്രിക്കയിലും മഡഗാസ്കറിലും മറ്റും ജോലി ചെയ്യുന്ന, നമീബിയയിലും മറ്റും ജോലി ചെയ്യുന്ന നമ്മുടെ വൈദികരുടെ അജപാലന ശുശ്രൂഷയെ ഓർക്കുകയും ദൈവത്തിന് ഒരുപാട് നന്ദി പറയുകയും ചെയ്യുന്ന റൂബി ജൂബിലി ആഘോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് നമ്മൾ റൂബി ജൂബിലിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അത് തീർച്ചയായും 40 എന്നുള്ള സംഖ്യ അത് ബൈബിളിൽ ഏറെ പ്രാധാന്യമുള്ളൊരു സംഖ്യയാണ്. നമുക്കറിയാം, നമ്മൾ പഴയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും 40 വർഷത്തെ കർത്താവിൻ്റെ പരിപാലന മേഘസ്തംഭമായിട്ടും അഗ്നിസ്തംഭമായിട്ടും ഒക്കെ കർത്താവ് അവരുടെ കൂടെ നടക്കുന്ന ഒരു അനുഭവമാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ കെനിയയിലും മഡഗാസ്കറിലും മറ്റ് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഉള്ള രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ജോലി ചെയ്യുന്ന നമ്മുടെ CMI അച്ഛന്മാർക്ക് ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലന നമ്മളൊക്കെ അനുഭവിച്ച് കടന്നു പോയവരാണ്. ഒത്തിരി അച്ഛന്മാർ നമ്മുടെ കൂടെ ജോലി ചെയ്തവരുണ്ട്, മൺമറിഞ്ഞ് പോയവരുണ്ട്. അവരൊക്കെ നമുക്ക് ഇന്നത്തെ ഈ ദിവ്യബലിയിൽ നമുക്ക് ഏറെ സന്തോഷത്തോട് കൂടിയിട്ട് ഓർക്കാനും തീർച്ചയായും പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവിൻ്റെ അജപാലന ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് കർത്താവ് 40 ദിനരാത്രങ്ങളാണ് പ്രാർത്ഥിച്ച് ഒരുങ്ങി പോകുന്നത്. അതുപോലെ തന്നെ കർത്താവിൻ്റെ സ്വർഗാരോപണം 40 ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഏറെ പ്രാധാന്യമുള്ള ഒരു സംഖ്യയാണ് 40. എല്ലാ ശാലോം പ്രേക്ഷകർക്കും ഈ റൂബി ജൂബിലി ആഘോഷത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ആഘോഷമായിട്ടുള്ള ദേവാലയ പ്രദക്ഷിണത്തിലാണ് പങ്കുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിന് മുമ്പിൽ ദാവീദ് രാജാവ് നൃത്തമാടി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ വാഗ്ദാന പേടകം കൊണ്ടുവരുന്നതിൻ്റെ സൂചകമൊക്കെ ആയിട്ടാണ് ദേവാലയ പ്രദക്ഷിണം ആഘോഷമായിട്ട് നമ്മുടെ കുട്ടികൾ നല്ല ചുവടുകളൊക്കെ വെച്ചുകൊണ്ട് കർത്താവിൻ്റെ അങ്കണത്തിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മുടെ റൂബി ജൂബിലി ആഘോഷത്തിൻ്റെ ആഘോഷമായ പ്രദർശനം യുവജനങ്ങൾ ഡാൻസ് ചെയ്ത് വളരെ കളർഫുള്ളായിട്ട് വർണ്ണശബളമായ ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മുടെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ട് പിന്നിൽ നമ്മുടെ കൊയർ, അവരുടെ പ്രാർത്ഥനകളുണ്ട്. അതിൻ്റെ പിന്നാലെയാണ് നമ്മുടെ വൈദികരും സമർപ്പിതരും പ്രദക്ഷിണമായിട്ട് ആഘോഷമായിട്ട് നമ്മുടെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു വളരെ ആഘോഷമായ ഓർമ്മ ബലിയുടെ ആചരണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ആഫ്രിക്കയിലെ ഏത് ഒരു ദിവ്യബലി അർപ്പണവും ആഘോഷമായിട്ടുള്ള ദിവ്യബലി അർപ്പണവും ഇതുപോലെയുള്ള പ്രദക്ഷിണങ്ങൾ കുട്ടികളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ചുവടുകളൊക്കെ വെച്ചുകൊണ്ടാണ് ചെയ്യുക, അല്ലേ? ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സെലിബ്രേറ്റിംഗ് പ്രീസ്റ്റ്ഹുഡാണ്. വൈദിക ജീവിതത്തിൻ്റെയും സമർപ്പിത ജീവിതത്തിൻ്റെയും ആഘോഷമാണ് ഇവിടെ നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നത്. അതിൻ്റെ ആഘോഷങ്ങളാണ് ഇന്ന് ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. ഏറ്റവും വലിയ ആഘോഷം എന്നത് തമ്പുരാൻ്റെ ദിവ്യബലി തന്നെയാണ്. അതിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മുടെ എല്ലാ വൈദികരും സമർപ്പിതരും ആഘോഷമായി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. CMI റൂബി ജൂബിലി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ബലിയർപ്പണം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മോടൊപ്പം മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് നമ്മുടെ ബിഷപ്പിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ജോസഫാത്ത് അച്ഛനാണ്. സഹകാർമ്മികരായിട്ട് നമ്മുടെ ആൻഡോ തെക്കൂടനച്ഛൻ റീജിയണൽ സുപ്പീരിയറായിട്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ നിന്നും ഫോർമേഷൻ തുടങ്ങി ആദ്യമായിട്ട് പട്ടം സ്വീകരിച്ച അതിൽ നിന്നും ഒരു പ്രതിനിധിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ജൂലിയസ് അച്ഛൻ നമ്മോടൊപ്പം ഉണ്ട്. പിന്നെയുള്ളത് 39 വർഷമായിട്ട് കെനിയയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന റവറൻഡ് ഫാദർ ജോസ് കല്ലേലിയാണ്. ഒപ്പം നമ്മോടൊപ്പം പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്നും പ്രൊവിൻഷ്യൽ അച്ഛൻ്റെ പ്രതിനിധിയായിട്ട് ബഹുമാനപ്പെട്ട തോമസ് വാഴക്കാലച്ഛനും നമ്മോടൊപ്പം ഇന്നത്തെ ഈ ദിവ്യബലിയിൽ പങ്കുചേരുന്നു. പിന്നെ പ്രത്യേകമായിട്ട് ഇൻവൈറ്റ് ചെയ്യപ്പെട്ട വിശിഷ്ടാതിഥികളും സമർപ്പിതരും നമ്മോടൊപ്പം ചേർന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഈ ദിവ്യബലി അർപ്പിക്കാം. Neno wa Mungu akatwaa mwili. കേരളക്കരയിൽ നിന്ന് ജപമാലയും കയ്യിലേന്തി കർത്താവിനെ പകർന്നു നൽകാൻ ത്യാഗോജ്ജലമായ വിധം ശുശ്രൂഷ ചെയ്ത മിഷണറിമാരെ ഓർത്ത് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ ദിവ്യബലി മധ്യേ സഭയും ആഫ്രിക്കൻ സമൂഹവും. അറിവിൻ്റെ വെളിച്ചവുമായി വന്ന് 40 വർഷം കൊണ്ട് ഒരു വലിയ സഭാ സമൂഹത്തെ വാർത്തെടുക്കാൻ
ആത്മീയമായി നയിക്കാൻ CMI മിഷണറി വൈദികർക്ക് ഇവിടെ സാധ്യമായിരിക്കുന്നതിൻ്റെ നന്ദി അർപ്പണത്തിനു കൂടെയാണ് ഇപ്പോൾ നമ്മൾ ഈ ദേവാലയത്തിൽ സാക്ഷ്യം വഹിക്കുന്നത്. ഇവിടുത്തെ ജനം വൈദികരെയും അല്ലെങ്കിൽ പള്ളിയെയും ഒക്കെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളാണ്. അതുകൊണ്ട് കാഴ്ചസമർപ്പണത്തിന് അവർ ഒരു വൈദികന് അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവർ സാധാരണ കാഴ്ചസമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് അവർ കൊണ്ടുവന്ന് സമർപ്പിക്കും. വൈദികരുടെയും മിഷണറിമാരുടെയും ജീവിതം ദൈവജനത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവരെ നോക്കേണ്ട കടമ നമ്മുടേതാണ്. അപ്പോൾ മാതാപിതാക്കൾ മക്കളോട് പറയുന്ന അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കേണ്ടത് നമ്മളാണ്. അതാണ് കാഴ്ച സമർപ്പണത്തിലൂടെ അവർ സാധനങ്ങളായിട്ട് നമ്മുടെ ഇടയ്ക്ക് കൊണ്ടുവരുന്നത്. കെനിയയിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്നും വന്നു ചേർന്നിട്ടുള്ള ഈ ജനസമൂഹം മുഴുവനായും വൈദികർക്ക് നൽകുന്ന കാഴ്ച സമർപ്പണം മലയാളിയെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ്. ഇതിന് ഇവർക്ക് കഴിയുന്നത് മിഷണറിമാരിലൂടെ ലഭിച്ച വിശ്വാസ തീഷ്ണതയാണ്. തങ്ങൾക്കുള്ളത് ദൈവത്തിനാണ് അവർ സന്തോഷത്തോടെ സമർപ്പിക്കുന്നത്. കൊടുത്താൽ ഇരട്ടി ലഭിക്കുമെന്നുള്ളത് ജീവിതത്തിൽ അനുഭവിച്ചവരാണ് ഇവർ എന്നതിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ് ഈ കാഴ്ച സമർപ്പണം. കഴിഞ്ഞ 40 വർഷങ്ങൾ മിഷണറി വൈദികർ ഇവിടെ ജീവിതം സമർപ്പിച്ചത് ഇന്നും വിശുദ്ധ കുർബാനയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്ന ജീവിക്കുന്ന ദൈവത്തെ പ്രതിയാണ്. തങ്ങളുടെ ജീവിത സമർപ്പണത്തിലൂടെ തിരുവോസ്തിനാഥനെ ഇവിടെ അവർ പകുത്തു നൽകി. അത് അനേകർക്ക് ക്രിസ്തുവിനെ അറിയുവാനും സഭയ്ക്ക് അനുഗ്രഹമാകുവാനും കാരണമായി. നമ്മുടെ കൂടെയുള്ളത് ജോസഫ് മക്കാവു അച്ഛനാണ്. കെനിയയിലെ എല്ലാ ബിഷപ്സും ഒരു ബിഷപ്പ് കോൺഫറൻസിന് പങ്കെടുക്കുന്നുമുണ്ട്. ബിഷപ്പ് കോൺഫറൻസിൽ നിന്ന് ബിഷപ്പ്മാരുടെ പ്രതിനിധിയായിട്ട് നമ്മുടെ ഒപ്പം ഉള്ളത് ജോസഫ് മക്കാവു അച്ഛനാണ്. How do you feel, Father? What do you think about our Kenya mission, about these Ruby Jubilee celebrations? I'm so happy to be here, especially this day when the Carmelites of Mary Immaculate are celebrating 40 years. And especially 40 years in Ukambani, in our region, in our diocese of Machakos. Since 1981, I was very small. And for 40 years they have worked, and we are happy. So the bishop sent me for this celebration because of he has attended that conference. And I am happy that we celebrated it so well, and people are happy. They are happy with the work of the CMI in our diocese, the schools, the parishes, the rehabilitation centers, dispensaries, and all the work that the CMIs are doing. We are happy, and so as the CMIs are celebrating 40 years. They say life begins at 40. Mm-hmm. So for 40 years they have experience. For 40 years, they have prepared themselves. For 40 years, they are ready now to launch into a new mission, opening a new page in their mission and service to serve the people of God. And I like the way the priest, the homilist said that you are there to make people saints. Mm-hmm. In all your services, in all what you do, is to make people saints. Because only saints will be admitted to heaven. Yes. And so that is so beautiful. Yes. We are happy for the presence of CMI in Machakos Diocese and even in Kenya. Yes. Great work. So the bishop sent me with a word of congratulations. Thank you. And he also told me to bring this to you, that
he is going to support you and pray for you so that you may even enhance your mission in our diocese and even beyond. യെസ്. ഫാദർ ജോസഫാത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ബിഷപ്പ് കോൺഫറൻസിലേക്ക് ബിഷപ്പ്മാർ പോയതുകൊണ്ട് പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹം ചെറുപ്പമായപ്പോൾ തൊട്ട് 40 വയസ്സെന്നൊക്കെ പറഞ്ഞ് 40 വർഷമായിട്ട് CMI കാർഡ് ഇവിടുത്തെ പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചെറുപ്പം മുതലേ അദ്ദേഹം കാണുന്നതാണ്. ഒരുപാട് സേവനങ്ങൾ സ്കൂളുകളിലും പാരീഷുകളിലും ഒക്കെ CMI അച്ഛന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനേക്കാളപ്പുറം അദ്ദേഹം പറഞ്ഞത് 40 വയസ്സാകുമ്പോഴാണ് ഒരാൾ മച്യൂരിറ്റിയിലേക്ക് വരുന്നത്. അപ്പോഴാണ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 40-ാം വയസ്സിൽ ജീവിതം ആരംഭിക്കുന്നു. അപ്പോൾ CMI ഇപ്പോൾ ഇന്നൊരു മച്യൂരിറ്റിയിലാണ്. ഇനിയാണ് അവരുടെ മിഷൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ഒരു കോൺസെപ്റ്റാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനേക്കാളപ്പുറം ബിഷപ്പൊക്കെ നമ്മളോട് അദ്ദേഹത്തിന് പറഞ്ഞു വിട്ടതാണ് കൺഗ്രാജുലേഷൻ പറയാൻ. എല്ലാവിധ അഭിനന്ദനങ്ങളും CMI അച്ഛന്മാർക്ക്, എല്ലാ തരത്തിലുള്ള എല്ലാവിധ സപ്പോർട്ടും ബിഷപ്പ്മാരുടെ കയ്യിൽ നിന്ന് CMI അച്ഛന്മാർക്കും അവരുടെ സേവനങ്ങൾക്കും ഉണ്ടാകും എന്നുള്ള വാഗ്ദാനമാണ് അദ്ദേഹം ബിഷപ്സിൻ്റെ പ്രതിനിധിയായിട്ട് നമുക്കെല്ലാം തന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ബ്ലെസ്സിങ് അസ്. കണ്ടിന്യൂ ടു പ്രേ, വി പ്രേ ടുഗെദർ. അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഇന്ന് ഹോമിലേക്ക് അച്ഛൻ പറഞ്ഞത് നമ്മളെല്ലാവരും വിശുദ്ധരാക്കാൻ വേണ്ടിയാണ്, വിശുദ്ധരാവാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ക്രിസ്ത്യൻസും വിശുദ്ധരാവാൻ, കോൾ ടു ബി സെയിൻസ്, വിശുദ്ധരാവാൻ വിളിക്കപ്പെട്ടവർ നമ്മളെല്ലാവരും. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഓറിയൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വിശുദ്ധിയിലേക്ക് വളർന്നു വരുവാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. ഫാദർ, വി വിൽ സീ അനദർ സെയിൻറ്റ് ഇൻ യു ഓൾസോ ആൻഡ് ഇൻ ഓൾ ഓഫ് us. That's the message, isn't it? Yes, sure. Thank you. Thank you. നീണ്ട 40 വർഷത്തെ മിഷൻ ചരിത്രം രേഖപ്പെടുത്തിയ പുസ്തകം ജോൺ അച്ഛനും കല്ലേലി അച്ഛനും പ്രതിനിധിയായ വൈദികനും നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. തുടർന്ന് കെനിയൻ മിഷൻ ചരിത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള പ്രചോദനമാക്കേണ്ട സന്യാസ ജീവിതമായ കല്ലേലി അച്ഛന് സ്നേഹോപഹാരം അർപ്പിച്ചുകൊണ്ട് ജനസമൂഹം അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി. ഒപ്പം അദ്ദേഹത്തിൻ്റെ സ്തുത്യർഹമായ സേവനങ്ങൾക്ക് സഭ കല്ലേലിയച്ഛന് ബലിയർപ്പണത്തിനായി പുതുവസ്ത്രങ്ങൾ നൽകി അതണിയിച്ചുകൊണ്ട് ആദരിച്ചു. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 25 വർഷങ്ങൾ കെനിയൻ മിഷൻ പൂർത്തീകരിച്ച ജേക്കബ് അച്ചാണ്ടി അച്ഛനെയും കൂടെ ഈ ആഫ്രിക്കൻ സമൂഹത്തിൽ നിന്ന് CMI സന്യാസ സഭയുടെ ആദ്യ വൈദികരായി മാറിയ 3 വ്യക്തിത്വങ്ങൾക്ക് കൂടി പുതു ഉടുപ്പുകൾ അണിയിച്ച് സഭാസമൂഹം ബഹുമാനിക്കുന്ന മനോഹര നിമിഷങ്ങൾക്ക് കൂടിയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് സെൻറ്റ് വെറോണിക്ക പാരിഷിലെ ചെയർമാൻ മിസ്റ്റർ പീറ്ററാണ്. അദ്ദേഹം നമ്മുടെ റൂബി ജൂബിലി സെലിബ്രേഷനെ കുറിച്ചും CMI പ്രസൻസിനെ കുറിച്ചും സംസാരിക്കുന്നു. My name is Peter Thiongo. I'm the chairman of St. Veronica Parish, Syokimau in Kenya. Your 40 years from 1981, to me personally, it reminds me of the day when I knew Jesus Christ. ഇദ്ദേഹം പറയുന്നത് CMI വന്ന 1981 ആളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷമാണ്. ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്ന വർഷമാണ്. And as they say, when you are 40 years, that is when life begins. ജീവിതം ആരംഭിക്കുന്നത് 40 വയസ്സിലാണ്. ഈ 40 വയസ്സ് വരെ ജീവിതം അത്ര എളുപ്പമല്ല എന്നുള്ളതാണ്. For the last 40 years, you have been preparing for the mission ahead of you. And for us, Christians of St. Veronica Syokimau, ours is to wish you all the best for the mission ahead of you. ഇനി മുന്നോട്ടുള്ള മിഷൻ ജീവിതത്തിലേക്ക്, 40 വർഷം കഴിഞ്ഞുള്ള ജീവിതത്തിലേക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും അവർ നേരുന്നു. തിരികെ എന്ത് കിട്ടുമെന്ന ചിന്തയോ അവകാശവാദമോ ഇല്ലാതെ കടമ നിർവഹണം ദൗത്യമാക്കി സ്വന്തമല്ലാത്തവരെയും സ്വന്തമല്ലാത്തവയെയും സ്നേഹിച്ചും ശുശ്രൂഷിച്ചും സംരക്ഷിച്ചും പൗരോഹിത്യത്തിൽ മുന്നേറിയ കുറച്ച് പുരോഹിതരുടെ ത്യാഗോജ്ജലമായ സേവനത്തിൽ നിന്ന് വളർന്നുവന്ന ജനസമൂഹത്തോടൊപ്പം റൂബി ജൂബിലിയുടെ മധുരം പങ്കുവയ്ക്കുന്ന ഈ മനോഹര നിമിഷങ്ങൾ സഭാചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ടവ തന്നെയാണ്. CMI മിഷൻ കെനിയയിലെ ജൂബിലി ആഘോഷിക്കുമ്പോൾ, റൂബി ജൂബിലി ആഘോഷിക്കുമ്പോൾ പോപ്പ് ഫ്രാൻസിസിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ, we shall look
ടു ദ പാസ്റ്റ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഏറെ നന്ദി പറയാനുണ്ട് ദൈവത്തോട്, മനുഷ്യരോട്, സഹപ്രവർത്തകരോട്. ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഏറെ പ്രതീക്ഷകളുമുണ്ട്. ലുക്ക് ടു ദ ഫ്യൂച്ചർ വിത്ത് ഹോപ്പ്. കാരണം ഇന്ന് സഭ വളർന്നു. 10 അച്ഛന്മാർ ഇവിടെ നിന്ന്, ഈ മണ്ണിൽ നിന്ന് ദൈവവിളി സ്വീകരിച്ച് വൈദികരായി. 20 പേർ വിവിധ പരിശീലന തലത്തിലുണ്ട്. കെനിയൻ സഭ ഇനിയും വികസിക്കും. ഈസ്റ്റ് ആഫ്രിക്കയിലുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക്, ഓൾറെഡി ടാൻസാനിയയിലേക്കും ഉഗാണ്ടയിലേക്കും കടന്നു. ഇന്ന് 40 വർഷങ്ങൾ കഴിയുമ്പോൾ കാണിക്കപ്പെട്ട, ദൈവം കാണിച്ചു തരുന്ന എല്ലാ നന്മകളും ചെയ്യുമ്പോൾ കെനിയൻ സഭയിൽ നമുക്ക് വിശുദ്ധരെ വേണം. ചാവറ പിതാവ് പറയുന്നത് പോലെ ദൈവ തിരുമനസ് നടക്കും, നടത്തും.